വളരെ സിമ്പിൾ ആണ്. സോണിനെയും അതുപോലെ തന്നെ നൈക്കോണിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും വ്ലോഗിങ്ങിന് പറ്റിയൊരു ക്യാമറ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് കാനോണിന്റെ EOS M200. ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ഞാൻ ആദ്യം പറയാം. ഈ ഒരു ക്യാമറ കറന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കുവാണ്. മാത്രമല്ല M സീരീസ് ലെൻസുകൾ ഇപ്പൊ കാനോൺ ഇറക്കുന്നുമില്ല, മാത്രമല്ല M സീരീസിൽ അധികം ലെൻസുകളും ഇല്ല. അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സാധനത്തിന് നല്ല ഡിമാൻഡും ഉണ്ട്. മാത്രമല്ല ഇതൊരു അടിപൊളി പീസും കൂടെയാണ്. കാനോൺ അവരുടെ M സീരീസിലേക്ക് അധികം ക്യാമറകളൊന്നും ഇറക്കിയിട്ടില്ല. അത് മിറർലെസിന്റെ ആദ്യത്തെ കുറച്ച് ക്യാമറകളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇറക്കിയ ക്യാമറകൾ കുറച്ചെല്ലാം അടിപൊളിയാണ്. ഈ ഒരു ക്യാമറ ആണെങ്കിൽ തന്നെ വ്ളോഗിങ്ങിന് ഈ ഒരു സാധനം വേറെ ലെവലാണ്. ഇങ്ങനെ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ല, വളരെ സിമ്പിൾ ആണ്. ഇതിന് വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു നേരം കയ്യിൽ പിടിച്ച് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കത്തില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ ഏതെങ്കിലും ഒരു ട്രൈപോഡിന്റെ ഗ്രിപ്പ് എടുത്ത് അടിയിലേക്ക് തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. പിന്നെ ഇതിന്റെ ഓട്ടോ ഫോക്കസ് ഫീച്ചർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ചന്നം പിന്നെ ഫോക്കസും ആയിക്കോളും. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. IBIS ഒന്നുമില്ല, അതായത് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതായത് ഇതിന്റെ സെൻസർ ഇതിനകത്ത് കിടന്നിറങ്ങിക്കൊണ്ടിരിക്കും. അത് ഫുട്ടേജ് ഷേക്കിൽ അത് കിട്ടാനായിട്ട് അങ്ങനത്തെ കുണ്ടാവണ്ടി പരിപാടികളൊന്നും ഇതിനകത്തില്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറയാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഒരു 30,000 രൂപ താഴെ ഈ ക്യാമറ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് തരാൻ പറ്റുന്ന സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഫീച്ചറുകളും എല്ലാം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളാണ് ഈ സാധനം. ഇതിനകത്തേക്ക് അധികം ബട്ടണുകളോ സ്വിച്ചുകളോ ഒന്നുമില്ല. ആകപ്പാടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡിങ് മാത്രം നോക്കിയാൽ മതി, പരിപാടിയും കഴിഞ്ഞ്. പിന്നെ ഈ ഒരു സാധനം ഫോട്ടോയ്ക്ക് കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിയില്ല. കാരണം ഇതൊരു വ്ലോഗിങ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ വീഡിയോ സ്പെക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. വീഡിയോയിൽ ഞാൻ നോക്കിയിട്ട് സാധനം അടിപൊളിയാണ്. ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്, നല്ല കളറും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു കാനോൺ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെനു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സോണിനെയും അതുപോലെ തന്നെ നൈക്കോണിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് ഓരോരോ ടച്ച് സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം ടച്ച് ചെയ്ത് മാറ്റാം. നമുക്ക് സെറ്റിങ്സുകളൊക്കെ എടുക്കാം. വളരെ ഈസിയാണ് സംഭവം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ മൂവി റെക്കോർഡിംഗ് ക്വാളിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 4K 25 നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രോപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ശോകമാണ്. ഫുൾ HD നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു 60 FPS ഭയങ്കര ഉപകാരമാണ്. പിന്നെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഉള്ളവർക്ക് നമുക്ക് 720p ഹൈ ഫ്രെയിം റേറ്റ് യൂസ് ചെയ്യാം. അതായത് ഒരു സൂപ്പർ സ്ലോമോ എന്ന് വേണമെങ്കിൽ പറയാം. 120 FPS, അതായത് 4 ടൈംസ് സ്ലോമോ നമുക്ക് 720p ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡയലുകളൊക്കെ വളരെ സിമ്പിളാണ്. മോളിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ഓഫ് ആകും. അതുപോലെ തന്നെ മോളിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഓണും ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയും ഫോട്ടോയും ആകും. പിന്നെ സൈഡിലായിട്ട് റെക്കോർഡിങ്ങിന്റെ ബട്ടൺ ഉണ്ട്. റെക്കോർഡിങ്ങിന്റെ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഓണായി. നമുക്ക് തിരിച്ചു പിടിക്കുന്നു, പരിപാടി കഴിഞ്ഞു. 24 മെഗാ പിക്സലിന്റെ ഒരു ക്രോപ്പ് സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതാണ് സാധനം. ക്രോപ്പ് സെൻസർ ആണെന്നൊന്നും നോക്കണ്ട, കാരണം ഇതിനകത്തു നിന്നുള്ള ഔട്ട്പുട്ട് അടിപൊളിയാണ്. മാത്രമല്ല 24 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഫുട്ടേജസ് ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ക്യാമറ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് കാനോൺ കണക്റ്റിന്റെ ആപ്പ് വെച്ചിട്ട്, കാനോണിന്റെ തന്നെ ക്യാമറ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ലൈവ് ഷൂട്ടിങ് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിവ്യൂ നോക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു അടിപൊളി സാധനമാണ് ഈ ക്യാമറ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എല്ലാവരും പറയുന്നത് ഇതിന്റെ ബാറ്ററി ലൈഫാണ്. അങ്ങനെ പറയുന്നമാർ ഒരുമാതിരി മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതുപോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ വളരെ ചെറിയ ഒരു ബാറ്ററിയെ വെക്കാൻ പറ്റുള്ളൂ എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഒരു ചെറിയ ബാറ്ററി വരുമ്പോഴത്തേനും എന്ത് കാണിച്ചാലും അതിന്റെ ബാറ്ററി ലൈഫ് കുറവായിരിക്കും. എക്സ്ട്രാ ഒരു ബാറ്ററി മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. നിങ്ങൾ വലിയൊരു ഈ ബാറ്ററി വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിക്കുന്നതാണോ, അതെയോ ചെറിയ ബാറ്ററി വെച്ചിട്ട് ഈസി ആയിട്ട് പിടിച്ചിട്ട് ഒരു എക്സ്ട്രാ ബാറ്ററി മേടിക്കുന്നത് ഏതാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് M സീരീസ് ആണ്. ഇതിന്റെ പരിപാടികളൊക്കെ കാനോൺ ഏകദേശം നിർത്തിയ മട്ടാണ്. ഇതല്ലാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനോണിന്റെ M50 അല്ലെങ്കിൽ M50 Mark II ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് ഉണ്ടാകും. സോ സ്റ്റേ ട്യൂൺ. പിന്നെ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് വീണ്ടും കാണാം.